തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് പിടിയിലായി. സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ തുമ്പ പോലീസ് പിടികൂടിയത്. കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ബെയ്ലിൻ ദാസിനെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്നും കേരള പോലീസിന് നന്ദിയെന്നും മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി ജസ്റ്റിൻ പ്രതികരിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ബെയ്ലിൻ ദാസ് ജാമ്യാപേക്ഷ നൽകിയത്. തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുന്നില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. ജൂനിയർ അഭിഭാഷകയെ മാറ്റാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചുവെന്നാണ് പരാതിക്കാരി ശ്യാമിലി ജസ്റ്റിൻ ബാർ കൗൺസിലിന് നൽകിയ പരാതി. ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ബെയ്ലിൻ ദാസ് വാദിക്കുന്നു. ബെയ്ലിൻ ദാസിന്റെ ഭാര്യയ്ക്ക് പോലീസ് നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യലിന് വഞ്ചിയൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് വഞ്ചിയൂർ പോലീസ് ബെയ്ലിൻ ദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ചാണ് മർദ്ദനമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു സംഭവം. ശ്യാമിലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചതെന്നാണ് വിവരം. യുവതി ജനറൽ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത്. മുഖത്ത് ചതവുണ്ടായിരുന്നു. യുവജന കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നേരത്തെ ബെയ്ലിൻ ദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കിയിരുന്നു. ബെയ്ലിൻ ദാസിന്റെ അഭിഭാഷക അംഗത്വം റദ്ദാക്കണമെന്ന് ബാർ അസോസിയേഷൻ ബാർ കൗൺസിലിന് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. ബെയ്ലിൻ കടലിൽ ആണെന്നാണ് അറിഞ്ഞതെന്നും അതുകൊണ്ടാണ് പിടികൂടാൻ സാധിക്കാത്തതെന്നും നേരത്തെ ശ്യാമിലിയുടെ അമ്മ വസന്ത പറഞ്ഞിരുന്നു. നേരത്തെ മീൻ പിടിക്കാൻ പോയിരുന്ന ആളാണെന്നും അദ്ദേഹം കടലിൽ ഉണ്ട് എന്നുമാണ് അവർ പറഞ്ഞത്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോഴിതാ ബെയ്ലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തുമ്പയിൽ വെച്ചാണ് പോലീസ് സംഘം ബെയ്ലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതേസമയം ഇതിൽ നന്ദിയുണ്ടെന്നാണ് ഇത്തരത്തിൽ അഭിഭാഷക അറിയിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ പരിക്കുകൾ തന്നെയായിരുന്നു അഭിഭാഷകയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അതേസമയം താൻ ഗർഭിണിയായ സമയത്തും ഇത്തരത്തിൽ അഭിഭാഷകൻ തന്നെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് യുവതി പറയുകയും ചെയ്തു. എന്തായാലും അഭിഭാഷകനെ പുറത്താക്കണം എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ബാർ അസോസിയേഷൻ അംഗങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ശ്യാമിലി അഭിഭാഷകനെതിരെ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ച് തന്നെയായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ഇയാളെ എത്രയും വേഗം പിടികൂടണം എന്ന് തന്നെയായിരുന്നു ശ്യാമിലിയുടെ കുടുംബത്തിന്റെയും ആവശ്യം. ഒടുവിൽ അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോഴിതാ ബെയ്ലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തുമ്പയിൽ വെച്ചാണ് പോലീസ് സംഘം ബെയ്ലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതേസമയം ഇതിൽ നന്ദിയുണ്ടെന്നാണ് ഇത്തരത്തിൽ അഭിഭാഷക അറിയിച്ചിരിക്കുന്നത്.